സ്കൂളിൽ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു ഡാഡി. ചേച്ചി എന്താ എങ്ങനെ പറയുന്നേ? ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തതല്ലേ? ടീച്ചേഴ്സിന്റെ പെരുമാറ്റമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് പിന്നെ ടീച്ചേഴ്സ് ഒക്കെ നന്നായിരുന്നു ഡാഡി. പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല ഡാഡി, എല്ലാം നന്നായിരുന്നു. അത് പിന്നെ ഡാഡി ഇന്ന് സ്കൂളില് അഞ്ജലിക്ക് സ്കൂൾ ഒത്തിരി ഇഷ്ടമായി ഡാഡി, അതാ പറയാൻ വന്നേ. ഡിന്നർ കഴിച്ചായിരുന്നോ? കഴിച്ചു ഡാഡി, ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കുക. നൈസ്. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉറങ്ങാൻ നോക്ക്. രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ടതാ. ശരി ഡാഡി. ഗുഡ് നൈറ്റ് കിഡ്സ്. ഗുഡ് നൈറ്റ് ഡാഡ്. നിങ്ങൾ എന്തിനാ ഡാഡിയോട് കള്ളം പറഞ്ഞേ? എന്നെ സത്യം പറയാൻ സമ്മതിച്ചില്ല. ഫസ്റ്റ് ടൈം തന്നെ കംപ്ലൈന്റ്സ് പറഞ്ഞ സ്കൂളിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് കുറച്ചു ദിവസം കഴിയുമ്പോ ശരിയാവുമെന്ന് പറയും. നമ്മളങ്ങനെ പറഞ്ഞ ഡാഡിക്കും പിന്നെ അത് വിഷമാവില്ലേ? ശരി. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട് മാഡം. സാറേ, ഭക്ഷണം റെഡി ആയിട്ടുണ്ട് സാറേ. അമ്മയും അച്ഛനും എല്ലാവരും ഫുഡ് കഴിച്ചായിരുന്നോ? അവരൊക്കെ കഴിച്ചു സാർ. ശരി, ഞാൻ വന്നോളാം. ഇദ്ദേഹം എന്താ മഹേശ്വരി മാഡം കഴിച്ചോ ഇല്ലയോ എന്ന് അന്വേഷിക്കാത്തത്? എല്ലാവരും കഴിച്ചു സാർ, മഹേശ്വരി മാഡം മാത്രം ഇതുവരെ കഴിച്ചില്ല. ഇനിയും കഴിച്ചില്ലേ? അതെന്താ? ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞോണ്ടിരിക്കുക സാർ. ഭക്ഷണം എന്തുകൊണ്ടാ വേണ്ടാത്തെ? അവളെവിടെയുണ്ട്? മാഡം പുറത്ത് കരഞ്ഞോണ്ടിരിക്കുക സാർ. അയ്യോ, വിഷമിക്കാതെ. അമ്മയുടെ ദേഷ്യം നിനക്ക് അറിഞ്ഞൂടെ? കുട്ടികളെന്ന് പറഞ്ഞ അവർക്ക് ഒരുപാട് ഇഷ്ടാ. കുട്ടികൾ കഴിക്കാത്തതിന്റെ വിഷമാ നിന്നോട് കാണിച്ചത്. നീ അതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. നീ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയില്ലേ. മകളെ, സത്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ നീ ഇവളെ വെറുക്കും. മഹി, പ്ലീസ് ഡി, പറയുന്ന ഒന്ന്. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഏട്ടനെങ്കിലും പറയൂ. മഹേശ്വരി, അമ്മ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് നിന്നോട് ദേഷ്യത്തിൽ സംസാരിച്ചതായിരിക്കും. നീ അത് മനസ്സിൽ വെച്ചുകൊണ്ട് എന്തിനാ ഭക്ഷണം കഴിക്കാതിരിക്കുന്നെ? എനിക്ക് വിഷമം വന്നത് ആന്റി അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ല മഹേന്ദ്ര. അവരെ ഞാൻ എന്റെ അമ്മായിയെ പോലെ തന്നെയല്ലേ കാണുന്നേ. അവരെന്നെ വഴക്ക് പറഞ്ഞത് ഞാനെന്തിനാ വിഷമിക്കുന്നേ? പക്ഷെ ഞാനെന്തിനാ വിഷമിക്കുന്നത് നിങ്ങൾക്കറിയോ? കുട്ടികൾ ഇന്ന് ആഹാരം കഴിച്ചില്ലല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ അമ്മേ, വിഷമിക്കാതിരിക്കും മഹേശ്വരി. അമ്മയോട് ഞാൻ സംസാരിക്കാം. ആദ്യം വന്ന് ഫുഡ് കഴിക്കാൻ നോക്ക്. അതെ മഹേന്ദ്ര, അതെന്തെന്നാ
വിഷമത്തില് ഒരു സപ്പോർട്ടിന് വേണ്ടിട്ട് ചാഞ്ഞതായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യാതെ. അയ്യോ, സൂപ്പർ പ്ലാൻ ആയിരുന്നു, അത് ഫ്ലോപ്പ് ആയി പോയല്ലോ. ശ്ശോ. ഇവള് പിന്നെയും തുടങ്ങി. എന്തു പറ്റിയടി? നീ എന്തിനാ താലി നോക്കിക്കൊണ്ടിരിക്കുന്നെ? ഈ താലി എവിടെയെങ്കിലും സേഫ് ആയിട്ട് വെക്കണമല്ലോ. അതെവിടെ വെക്കും എന്നിങ്ങനെ ആലോചിക്കായിരുന്നു. ഇപ്പൊ ഈ റൂമില് ഇതിന്റെ സേഫ്റ്റിക്ക് എന്താണ് കുറവ്? നീ തന്നെ. ഞാനോ? ഞാൻ എന്ത് ചെയ്തിട്ടാ? ഇതെന്റെ കയ്യെ കിട്ടി അന്നു മുതല് ഇത് പണയം വെക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഈ താലിയുടെ മഹാത്മ്യം അറിയുന്നവർക്ക് അതിനെ ഒന്നും ചെയ്യാൻ അവർക്ക് തോന്നില്ല. സൗഭാഗ്യവതി ആരുടെ കഴുത്തിൽ ഇരുന്നതാണോ എന്തോ. നല്ല ശക്തിയുള്ളതാണെന്നാ തോന്നുന്നേ. വിൽക്കാന്ന് വിചാരിച്ചപ്പോ പൈസ തനിയെ കയ്യിലെത്തി. അതെ, ഈ താലി ആരുടെ കയ്യിലെത്തണോ ഉറപ്പായും അവരെ തേടി കണ്ടുപിടിച്ചത് എത്തിക്കണം. ഒന്നിങ്ങ് തന്നെ. ഏയ് അയ്യടാ, തരാനല്ലേ പറഞ്ഞേ. എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? അതൊന്നുമില്ല. ഇത് നമുക്ക് കിട്ടിയപ്പോ മുതല് നീ ഇത് കഴുത്തിലിട്ട എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാനൊരു കൊതി. ഒന്ന് ഇട്ടു നോക്ക്. ഒരാളുടെ താലി വേറൊരാൾ അണിയാൻ പാടില്ല. ആഹാ, നീ ഇത് പെർമനന്റ് ആയിട്ട് ഇടാനൊന്നും പോകുന്നില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഇടുന്നല്ലേ. ഇങ്ങനെ താലി വെച്ച് കളിച്ചു കഴിഞ്ഞാ തലയിൽ എഴുത്ത് തന്നെ മാറിപ്പോവും. വാവ്, ഡയലോഗ് സൂപ്പർ ആയിട്ടുണ്ട്. അതിന് വേഗം സ്റ്റാറ്റസ് ആക്കിക്കോ. ഇട്ടു നോക്ക്. ഞാൻ തന്നെ ഇട്ടോളാം. ഭാഗി, ഈ താലി നിന്റെ കഴുത്തില് എന്ത് പെർഫെക്റ്റ് ആയിട്ടാ ഇരിക്കുന്നേന്ന് അറിയോ? നിന്റെ കഴുത്തിൽ അണിയാൻ വേണ്ടിയിട്ടായിരിക്കും അവരുടെ കയ്യിൽ നിന്ന് ഇത് മിസ്സായത്. ഹേയ്, ഇതെന്താ വെറും സ്വർണ്ണാണോ? നന്നായിട്ടുണ്ട് നന്നായിട്ടില്ല എന്നൊക്കെ പറയാം. ഈ താലി ഏത് പെണ്ണിന്റെ കഴുത്തിലാണെങ്കിലും അത് ഭംഗിയായിരിക്കും. ശരി, നിന്റെ കഴുത്തിലും എന്തെങ്കിലും ഒരു ദിവസം ഈ താലി വീഴും. ഈ താലി എന്തിനാ വന്ന് വീഴുന്നേ? വേറെ താലി
എന്റെ ഭർത്താവ് അണിയിക്കുന്ന താലി. എനിക്കെന്തോ അത് ഈ താലി ആയിരിക്കുന്ന തോന്നുന്നത്. ഇതിന്റെ ഓണറിനെ നിനക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നിന്റെ കയ്യിലായിരിക്കുമല്ലോ. അപ്പൊ നിന്റെ കല്യാണത്തിന് ഈ താലി തന്നെ നിനക്ക് ഉപയോഗിക്കാമല്ലോ. ഭ്രാന്ത് പറയാതെ എപ്പോഴും ഇങ്ങനെ. മുകളില് ഒരാൾ തീരുമാനിച്ചിട്ടുണ്ട്, അതേ നടക്കൂ. നിങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെപ്പോലെ നിങ്ങൾ ഉറങ്ങാതിരിക്കുമല്ലേ? നമുക്ക് എന്തുകൊണ്ട് ഉറക്കം വരാത്തെന്നറിയോ? നാളെ നേരത്തെ എണീക്കണം, സ്കൂളിൽ പോണം, ഉറപ്പായി പണിഷ്മെന്റും കിട്ടും. ആഫ്റ്റർനൂൺ ഇഷ്ടമല്ലാത്ത ഫുഡും കഴിക്കണം. വീട്ടിലെത്തുമ്പോ ലേറ്റ് നൈറ്റ് ആവുകയും ചെയ്യും. ഡാഡി സ്കൂൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കള്ളവും പറയണം. അതുകൊണ്ടല്ലേ? എത്ര ആലോചിച്ചാലും നമ്മുടെ ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ഇല്ല. നമ്മുടെ എല്ലാ പ്രോബ്ലംസിനും എന്റെ കയ്യിലൊരു സൊല്യൂഷൻ ഉണ്ട്. എന്താ അഞ്ജലി? നമ്മുടെ വീട്ടിലുള്ള ആരോടും പറയാതെ മൂന്നാറിലേക്ക് അങ്ങ് പോയേക്കാം. എന്ത് പറയുന്നു? അഞ്ജലി, നിനക്കെന്താ ഭ്രാന്താണോ? അതെ, നമ്മൾ ഇവിടെ എങ്ങനെ പോകും? അവിടെ പോയാൽ നമ്മൾ എവിടെ താമസിക്കും? ഇവിടെ നോടിയിട്ട് എന്ത് ചെയ്യാനാ? അഞ്ജലി, നിന്റെ സ്റ്റുപ്പിഡ് സൊല്യൂഷൻ നിർത്തിയിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ നേരത്തെ എഴുന്നേക്കാനുള്ളതാ. ചേച്ചി നിക്ക്, എന്റെ പ്ലാൻ മുഴുവനായിട്ട് കേക്ക്. അഞ്ജു, ഇവിടെ നിന്ന് പോവാൻ പറ്റും നിനക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് എവിടെയും പോവാൻ പറ്റില്ല. രാവിലെ സ്കൂളിലേക്കാണ് പോകേണ്ടത്, മനസ്സിലായോ? പോയിട്ട് ഇതുപോലെ കള്ളം പറഞ്ഞ് ജീവിക്കണോ? നാളെ സ്കൂളിലേക്ക് പോയിട്ട് സ്കൂളിൽ നിന്ന് നേരെ മൂന്നാറിലേക്ക് പോവാം. അവിടെ എത്തിയ ശേഷം നമുക്ക് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാം. അവളുടെ അമ്മ പാവമാണ്. നമ്മളെ അവളുടെ വീട്ടിൽ താമസിപ്പിക്കും. പിന്നീട് ഡാഡിയെ വിളിച്ച് നമ്മളെല്ലാരും മൂന്നാറിലാണ് ഉള്ളതെന്ന് പറയാം. അപ്പൊ ഡാഡിയുടെ കയ്യിൽ നിന്ന് പണിഷ്മെന്റിന് പകരം ഡയറക്റ്റ് ആയിട്ട് അടിയായിരിക്കും കിട്ടുക. അങ്ങനെയൊന്നും അടിക്കില്ല ചേച്ചി, നമുക്ക് അമ്മയില്ലല്ലോ. ഡാഡി നമ്മളെ മനസ്സിലാക്കിക്കോളും. ഡാഡി അപ്പൊ മൂന്നാറിലേക്ക് നമ്മളെ കാണാൻ വരും. അപ്പൊ ഡാഡിയോട് നമുക്കിവിടെ ഇഷ്ടമല്ല, മൂന്നാറിൽ നിക്കാന്ന് പറയാം. പ്ലീസ് ഡാഡിന്ന് റിക്വസ്റ്റ് ചെയ്യാം. അവിടെ നമ്മളല്ലാതെ വേറെ ആരും ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഡാഡിയെ പറഞ്ഞ് മനസ്സിലാക്കിയ ഡാഡിയോ അത് സമ്മതിക്കും. ചേച്ചി, പ്ലാൻ നന്നായിട്ടുണ്ട്. നമുക്ക് മഹേശ്വരി ആന്റിയിട്ടല്ലേ പ്രശ്നം. ഡാഡിയേക്കാളും അവരെ ഭയങ്കര സ്ട്രിക്റ്റ്. അവിടെ അവര് ഉറപ്പായിട്ടും വരില്ല. നമുക്കൊരു ശല്യവും കാണില്ല. അതെ ചേച്ചി, പ്ലാൻ കുറച്ച് റിസ്കി ആണെങ്കിലും വർക്കൗട്ട് ആവും തോന്നുന്നു. എന്താന്നറിയില്ല, എനിക്ക് പേടിയാവുന്നു. നമുക്ക് അത്രയും ദൂരം പോവാൻ പറ്റുമോ? എന്തേലും പറ്റിയ? ഞങ്ങളെ നോക്കാൻ ചേച്ചിയില്ലേ, ഒന്നും പേടിക്കണ്ട. പ്ലീസ് അമ്മു, ഇവിടെ നിൽക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ശരി, നാളെ എങ്ങനെയെങ്കിലും നമുക്ക് മൂന്നാറിലേക്ക് പോവാം. ഉറങ്ങിക്കിടന്നവര് പെട്ടെന്ന് എഴുന്നേറ്റ്. ഗുപ്ത, എവിടെ? ഇവിടെ ഇവിടെ ഇവിടെ. എന്താ മകളെ? എന്റെ കുട്ടികളുടെ റൂമില് ഇപ്പോഴും ലൈറ്റ് കിടക്കാം. എനിക്കറിയാം, പക്ഷെ പറയാൻ പാടില്ല. നീ എത്ര ശ്രമിച്ചാലും ഞാനത് പറയാൻ പോകുന്നില്ല. അതല്ല ഗുപ്ത, എന്നെ ഓർമ്മ വന്നപ്പോ എഴുന്നേറ്റതാ. കരയുന്നുണ്ടോ എന്തോ, അല്ലെങ്കിൽ
ചെയ്യുന്നുണ്ടാവും? അയ്യോ പാവം, ചിലപ്പോ ഹോംവർക്ക് ചെയ്യുന്നുണ്ടാവും. ആ കുട്ടികളോട് എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ നീ അത്ഭുതപ്പെടുന്നതാണ്. എന്തോ പറഞ്ഞല്ലോ. നിന്റെ കുട്ടികൾ അത്ര വെറും പാവങ്ങളൊന്നും അല്ല, വലിയ ബുദ്ധിശാലികളാ. ഭാവിയിൽ നിനക്കത് മനസ്സിലാകും. എന്നോട് ചോദിക്കുന്നത് നിർത്തിയിട്ട് നാളെ വരെ കാത്തിരിക്കെ, അപ്പോൾ സത്യം നിനക്ക് മനസ്സിലാകും. എന്ത് മനസ്സിലാവുന്ന? പാപം ചെയ്ത മനുഷ്യർ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. അവരുടെ പാപം ഇല്ലാതാക്കുന്ന ഞാൻ എന്തിനു ഉണർന്നിരിക്കണം? എന്റെ നിദ്രയ്ക്ക് നീ ഭംഗം വരുത്തരുത്. അയ്യോ അതല്ല ഗുപ്ത. നീ ഒരു കാരണവശാലും അവരുടെ വീടിന്റെ സമീപത്തേക്ക് പോകരുത്. ലീലേ, അലാം ഓഫ് ചെയ്യ്. ലീലേ, എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇയർഫോൺ വാങ്ങി കൊടുത്തിട്ട് അതും വെച്ച് ഫുൾ ടൈം പാട്ട് കേട്ട് കിടന്ന് ഉറങ്ങോ? എഴുന്നേൽക്ക്. എന്താ മാഡം ഇത്? നന്നായിട്ട് ഉറങ്ങി വന്നപ്പോ എന്തിനാ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തത്? നേരത്തെ ഉണർന്നവരെ വിളിച്ചെഴുന്നേൽപ്പിക്കണമെന്ന് അറിയില്ലേ നിനക്ക്? അവര് സുഖിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങുമായിരിക്കും. വാ, അവരെ വിളിച്ചെഴുന്നേൽപ്പിക്കാം. മാഡം, ഈ പണിഷ്മെന്റ് എന്തിനാന്ന് അവർക്കോ എനിക്കോ മനസ്സിലാവുന്നില്ല. അവരെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കണമെങ്കിൽ അവർക്ക് മുന്നേ നമ്മൾ ഉറക്കം എണീക്കണം. ഇനി എത്ര ദിവസത്തേക്കാ? ഇന്നോ അല്ലെങ്കിൽ നാളെയോ അവര് മഹേന്ദ്രനോട് ഉറപ്പായിട്ടും കാര്യങ്ങൾ പറയും. മഹേന്ദ്രൻ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞയക്കും. ശരി ശരി, വാ പോ. ഉറക്കം മതിയാവാതിരിക്കുന്നവരുടെ മുഖം ഒന്ന് നമുക്ക് കാണാം. വാ. മാഡം, ലൈറ്റ് ഓൺ ആണല്ലോ, അപ്പൊ അവർ എണീറ്റ് കാണോ? അങ്ങനെയാവാൻ ഒരു ചാൻസും ഇല്ല. രാത്രി ഉറങ്ങുമ്പോ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയതായിരിക്കും. ലൈറ്റ് ഓഫ് ചെയ്യാതെ കിടന്ന കാര്യം കറക്റ്റായി മഹേന്ദ്രന്റെ ചെവിയിലെത്തിച്ച് ഇവർക്ക് എക്സ്ട്രാ പണിഷ്മെന്റ് വാങ്ങിക്കൊടുക്കണം. ആൾക്കാരെ ദ്രോഹിക്കുന്നതിലും PhD എടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നു. ഇങ്ങ് വന്നേ. ദാ വരുന്നു മാഡം. മാഡം, നമുക്ക് പോയി ഉറങ്ങാം മാഡം. എന്തിന്? ഇതൊരു സ്വപ്നമല്ലേ മാഡം? നമ്മൾ ഉറങ്ങിയാലല്ലേ വീണ്ടും എഴുന്നേക്കാൻ പറ്റൂ. കണ്ണ് തുറന്ന് നോക്ക്, ഇത് സത്യോ? വന്നേ. ഗുഡ് മോർണിംഗ് ആന്റി. 5 minutes ലേറ്റാ. ഇങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാ? ശരി, നിങ്ങൾ എപ്പോഴാ എഴുന്നേറ്റേ? എപ്പോ റെഡിയായി? ബേസിക്കലി ഞങ്ങൾ ഷാർപ്പാണ് ആന്റി. ഇന്നലെ ആന്റി ടൈം ടേബിൾ തന്നില്ലേ, അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി ഞങ്ങളെ കുറിച്ച് നിങ്ങള് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യം പോലും വരില്ല. കുട്ടികൾ ഭയങ്കര ഷാർപ്പാണ് മാഡം. ഇതങ്ങനെ സാധാരണ ഷാർപ്പല്ല. ഞങ്ങളുടെ ഷാർപ്നെസ് കണ്ടാ നിങ്ങൾ തന്നെ വിശ്വസിക്കില്ല, അറിയോ? എന്തോ കുഴപ്പമുണ്ടല്ലോ. ശരി ശരി, നിങ്ങൾക്ക് റെഡിയായി കഴിഞ്ഞല്ലോ അല്ലേ? എപ്പോഴേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കൊരു പ്ലാനിങ്, മെത്തേഡ്, ഒരു പ്രൊസീജിയർ എല്ലാം ഉണ്ട് ആന്റി. ഞങ്ങള് പോവാൻ റെഡി ആയി കഴിഞ്ഞു. അത് പിന്നെ സ്കൂളിലേക്ക് രാഘവൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ലീല ആന്റി, പറഞ്ഞു മോനെ. 4 പേർക്കും കൂടെ ബൂസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരുവോ ആന്റി? ശരി മോനെ. മാഡം, എന്താ? എനിക്കെന്തോ അവരുടെ നടപ്പ് കണ്ടിട്ട് സംശയം തോന്നുന്നുണ്ട്. രാവിലെ തന്നെ വല്ലാതെ ഡിസപ്പോയിന്റഡ് ആയല്ലോ. ഈ മഹേശ്വരി ഡിസപ്പോയിന്റഡ് ആക്കിയതിന് പണിഷ്മെന്റ് ഏത് റേഞ്ചിലായിരിക്കുമെന്ന് അവര് മനസ്സിലാക്കണം. ഇന്ന് ഞാൻ അവർക്ക് കൊടുക്കാൻ പോകുന്ന മെന്റൽ ടോർച്ചറില് 3 ദിവസം അവർ ഉറങ്ങാൻ പാടില്ല. ആരാരുടെ ഉറക്കം കളയുന്നു നമുക്ക് കണ്ടു നോക്കാം. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നതല്ലേ, പിന്നെ എവിടെ പോയി? മനുഷ്യനല്ല, തന്ത്രശാലിയാ. ഗുപ്ത, മിസ്റ്റർ ഗുപ്ത,
മിസ്റ്റർ ഗുപ്ത ഇവിടെ ഉണ്ട്. എന്താ ആമയെ പോലെ വരുന്നേ? വിളിച്ച ഉടനെ പെട്ടെന്ന് വന്നൂടെ? അയ്യോ, നരകത്തിൽ പോലും ഇങ്ങനെ ഒരു നരകം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല മകളെ. എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? എനിക്കൊരു കാര്യം പറയണം. നിനക്ക് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഞാനാണോ അതിന് കാരണക്കാരൻ? എനിക്ക് വേണ്ടി ഒരു അല്പസമയം നിനക്ക് തന്നൂടെ? നോ, നിങ്ങൾ എത്ര ഡയലോഗ് അടിച്ചതാ? കുട്ടികളെ പറ്റി എന്തൊക്കെയാ പറഞ്ഞത്? കണ്ടോ, ഇന്ന് അലാമൊക്കെ വെച്ച് നേരത്തെ എണീറ്റു അവര്. എല്ലാ ജോലിയും ചെയ്തു. സമയത്തിൽ നേരത്തെ അവര് റെഡിയായത്. ഇപ്പൊ എന്ത് പറയുന്നു? എന്ത് പറയുന്നു? സംഭവിക്കാത്ത കാര്യങ്ങൾക്ക് സാക്ഷി വേണമെന്നാ ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായില്ല. ഭക്ഷിക്കാതെ എങ്ങനെയാണ് സ്വാദ് അറിയുന്നത് മകളെ? പാവം, ആ മനുഷ്യനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സഹതാപം തോന്നുന്നു. എന്താ? അദ്ദേഹത്തിന്റെ ഭാവി എന്റെ മുന്നിൽ തെളിയുന്നു. എന്റെ മനസ്സിൽ കണ്ടത് ഞാൻ പറഞ്ഞു, അത്ര തന്നെ. പാവം. മിസ്റ്റർ ഗുപ്ത, എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? നിങ്ങളെ നീ എന്തിനാ മകളെ എന്നെ ഭയപ്പെടുത്തുന്നത്? അങ്ങനെ ഭയപ്പെടുന്ന ആളൊന്നും അല്ല ഞാൻ, മനസ്സിലായോ? നിങ്ങൾക്ക് എല്ലാം അറിയാം, പക്ഷെ എന്നോട് ഒന്നും പറയുന്നില്ല. എനിക്കൊരു സമയം വരുമല്ലോ, അപ്പൊ ഞാൻ ശരിയാക്കി തരാം. യമരാജാ, നിന്നെ അല്ല മകളെ, നീ പൊയ്ക്കോ. എന്തിനാണ് പ്രഭു എനിക്ക് ഈ പരീക്ഷണം? പറഞ്ഞാൽ അങ്ങ് ദേഷ്യപ്പെടും, പറഞ്ഞില്ലെങ്കിൽ ഇവൾ. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാക്കിയിരിക്കുക. ഇപ്പോഴല്ല, ഞാനങ്ങ് മുകളിലേക്ക് വരട്ടെ. കുട്ടികളെ വന്നേ, സ്കൂളിൽ പോകാൻ സമയമായി കൊണ്ടിരിക്കുക. എന്താ ലേറ്റ് ആയിട്ട് വന്നിട്ട് ബഹളം വെക്കുന്നത്? എന്താ ഇത്? ബാഗാണോ അത് കരിങ്കല്ലാണോ? എന്താ ഇത്ര നിറഞ്ഞിരിക്കുന്നത്? സത്യം പറഞ്ഞേ, ഇതിനകത്ത് ബുക്സ് തന്നെയാണോ, അതോ ഇനി വേറെ വല്ലതും കൂടി വച്ചിരിക്കുകയാണോ? പെട്ടെന്ന് പറയൂ.